the Lord. For the glorious presence of God in our midst. Praise God. നമ്മുടെ മധ്യയുള്ള ദൈവത്തിന്റെ തേജസ്സേറിയ സാന്നിധ്യത്തിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, the Lord, the Lord, the Lord, the Lord, the Lord. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, the Lord, praise the Lord, 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 the Lord. Praise Him, praise Him, praise Him, praise Him, praise Him, praise Him. Graciously, God has added one more Sunday in our life, especially the 7th month, first Sunday. God has given the great privilege. We may come to His presence, worshiping the name of the Lord with the beauty of the holiness. Shall we praise God? കൃപയോടുകൂടി ദൈവം നമുക്ക് ഒരു ഞായറാഴ്ച കാലം ദിവസം കൂടെ നൽകി തന്നിരിക്കുന്നു. ഈ 7-ാം മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ചയിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ വിശുദ്ധ അലങ്കാരത്തോടെ ആരാധിപ്പാൻ തക്കവണ്ണമുള്ള സൗഭാഗ്യത്തെ നൽകി തന്നതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Last whole week, God will preserve each and every one of us from all kinds of evil, unfortunately happening things, and God has preserved us as an apple of an eye. Let's praise God. കഴിഞ്ഞ ആഴ്ച മുഴുവനും ദൈവം നമ്മെ കൺമണി പോലെ കാത്ത് സകലവിധമായ ആപത്ത്, അനർത്ഥങ്ങൾ, അപകടങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ സൂക്ഷിച്ചു. ആയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 the Lord. Praise the Lord, 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 the Lord. In all our working places, our children study, schools, colleges, wherever we went, in all the places, God's presence was with us. Preserve us as an apple of an eye. Let's praise God. നമ്മൾ ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും നമ്മളുടെ ജോലി സ്ഥാനങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാലയ സ്കൂൾ ജീവിതങ്ങളിലും എല്ലാം ദൈവം തന്നെ എല്ലാവരോടും കൂടെയിരുന്ന് അവരെയും കൺമണി പോലെ സൂക്ഷിച്ച് നമ്മുടെ പോക്കിലും വരവിലും എല്ലാം കൂടെയിരുന്നു. ആയതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. God will fulfill all our needs from time to time as a Jehovah Jireh. Let's praise God. യഹോവ ഇരയായ ദൈവമായി നമ്മോട് കൂടെ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളും തക്ക സമയത്ത് നമുക്ക് നിറവേറ്റി തന്നുവല്ലോ. ആയതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. God fought all our battle and God gave you the victory. Let's praise God. ദൈവം നമ്മുടെ സകല യുദ്ധങ്ങളെയും ചെയ്ത് നമുക്ക് ജയം നൽകി തന്നുവല്ലോ. ആയതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. When we were called upon the name of the Lord, the time of trouble, the time of sicknesses, the time of facing different kinds of the problem, God has answered our prayer. God will deliver us. God will bless us. Heal all our sicknesses. Let's praise God. നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് നമുക്ക് രോഗത്തിന്റെ വേളകളിൽ, പ്രശ്ന പ്രയാസങ്ങളുടെ വേളയിൽ എപ്പോഴെല്ലാം നാം നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുവോ അപ്പോഴെല്ലാം അവൻ നമുക്ക് ഉത്തരം നൽകി തന്നു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നമുക്ക് സൗഖ്യം തന്നു നമ്മെ നടത്തിയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. How your father carried his son on his shoulder, like one in our wilderness journey. Our heavenly Father carried us, buried us, brought us in the 7th day of this new month. Let's praise God. എപ്രകാരം ഒരു അക്ഷരികമായ പിതാവ് തങ്ങളുടെ പുത്രനെ ചുമലിൽ വഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നെ നമ്മെ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഈ 7-ാം മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നുവല്ലോ. ആയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം What
whatever the goodness God has done in the past days, remember all the goodness of God with grateful heart. Let's praise God. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത സകലവിധമായ ഉപകാരങ്ങളെയും സ്മരിച്ചുകൊണ്ട് തന്നെ ഒരു ഹൃദയത്തോടുകൂടി നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. Our God is good. His mercy endureth forever. Let's praise God. നമ്മുടെ ദൈവം നല്ലവനാകുന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത് ആയതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Our Almighty God undertake the whole service in His mighty hands. സർവശക്തനായ ദൈവം തന്നെ ഈ യോഗത്തിന്റെ മുഴുവൻ ഭാരവും തന്റെ കരങ്ങളിൽ ഏറ്റെടുക്കും. From the beginning to end of our service, God's presence be with us. Spirit of God should lead us and guide us. Shall we pray? ആരംഭം മുതൽ അവസാനം വരെ ദൈവസാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന പരിശുദ്ധാത്മാവ് തന്നെ ആദ്യോടുന്ന ഭാരം എടുത്ത് നടത്തുന്നതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. From the beginning to end of our service, God's presence be with us. God has answered our prayers. Praise God. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തന്നിരിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Our Almighty God anointed our songs, prayer, interpretation, testimony, preaching, and all things. നമ്മുടെ സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പ്രാർത്ഥനകളെയും പാട്ടുകളെയും ആരാധനയെയും സാക്ഷ്യങ്ങളെയും പരിഭാഷയും ദൂതന്റെയും ഭാരമേൽക്കണം. Through each and every aspect of our service, we may edify and we shall prepare our life for the coming of the Lord. ഈ യോഗത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും നമുക്ക് ആത്മീയവർദ്ധന ഉണ്ടായി കർത്താവിന്റെ വരവിനെ ഒരുക്കപ്പെടുമാറാകണം. So God should help us. God should mercy upon us. Shall we pray? ദൈവം തന്നെ നമ്മെ സഹായിച്ച് നമ്മോട് കരുണ കാണിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. Interpretation, testimony, preaching, God, through the each and every aspect of the service, we may edify and we shall prepare the life for the coming of the Lord. Help us, O God, help us, O God, help us, O God, help us, O God, help us, O God. Praise Him, praise Him, praise Him, praise Him. God has answered our prayers. Praise God. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. While we are worshiping, the great mighty anointing descended upon us. നാം ആരാധിക്കുന്നതായ വേളയിൽ സർവശക്തൻ തന്നെ നമ്മുടെ മധ്യേ ഇറങ്ങി വരണം. Each and every child of God should rejoice in the joy of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരും ആനന്ദിക്കുമാറാകണം. Anoint of the Holy Spirit to deliver the people from various kinds of burdens and problems and sicknesses. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവജനത്തെ വിവിധമായ രോഗങ്ങൾ, ബലഹീനതകൾ, ഭാരങ്ങൾ, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണം. Yes, according to the word of God, where the Spirit of God is, this place is liberty.
God should give the great liberty, deliverance from all kinds of burdens and problems. Shall we pray? അതേ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിലുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്രകാരം തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ കീഴിൽ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കാൻ തക്കവണ്ണം, പൂർണ്ണമായ വിടുതൽ ലഭിക്കാൻ തക്കവണ്ണം, പൂർണ്ണമായ സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. God has answered our prayers. Please God. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തന്നിരിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. God should raise up the living testimony among us. ദൈവം നമ്മുടെ മധ്യ ജീവനുള്ള സാക്ഷികളെ എഴുന്നേൽപ്പിക്കണം. One testimony creating another one. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കണം. Those who are here, the testimony, God should create the great faith in their hearts. അതേ സാക്ഷികൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിശ്വാസം ഉളവാക്കി തീരണം. God should bless our testimonies. Let's praise God. അതേ ദൈവം തന്നെ നമ്മുടെ സാക്ഷികളെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ഏവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. Our Almighty God, speak from throne above. സർവശക്തനായ ദൈവത്തിന്റെ സ്വർഗ്ഗസിംഹാസനത്തിൽ നമ്മോട് സംസാരിക്കും. God should reveal His counsel. ദൈവത്തിന്റെ ആലോചന നമുക്ക് വെളിപ്പെടുത്തി തരണം. Each and every word of God strengthen us, quicken us, help us to be built up our life and prepare our life for the coming of the Lord. ഓരോ ദൈവവചനവും നമ്മുടെ ജീവിതത്തെ പണിയുവാനും പുതുക്കുവാനും ദൈവത്തിന്റെ ആസന്നമായ കർത്താവിന്റെ ആസന്നമായ വരെ ഒരുക്കുവാനും ഇടയായി തീരണം. Yes, God should speak from throne above. God should reveal His counsel from Zion. Shall you pray? അതേ ദൈവം സ്വർഗ്ഗസിംഹാസനത്തിൽ നമ്മോട് അരുളണം. സിയോനിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ ഉപദേശം നൽകി തരേണ്ടതിനെ നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. Each and every word of God, goodness, sweetness, help us to live in the our life. For the life of the coming of the Lord, we thank you. God has answered our prayers. Please God. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തന്നിരിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Those who wants to participate this morning service, God should bring with all our dear ones at the right time and remove all the hindrances. Please God. ഇയാളുടെ സമായത്തെ കടന്ന് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവൃത്തിയുടെ സകലവിധമായ തടസ്സങ്ങളിൽ നീക്കി തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Wherever our saints of God gather together, conduct the special meetings, conventions, morning devotional services, God should bless all the service of the saints. അതേ വിശുദ്ധന്മാർ എവിടെയെല്ലാം പ്രത്യേകങ്ങളായിട്ടോ കൺവെൻഷനായിട്ടോ സഭായങ്ങളായിട്ടോ കൂടി വന്നിരിക്കുന്നു. ദൈവം തന്നെ വിശുദ്ധന്മാർ എല്ലാ യോഗങ്ങളെയും ഭാരമേറ്റി നടത്തി അനുഗ്രഹിക്കും. God should send the great revival in all our churches. നമ്മുടെ എല്ലാ സഭകളിലും ദൈവം വലിയ ഉണർവിനെ അയക്കണം. Each and every child of God get the great revival, prepare themselves for the coming of the Lord. അതേ എല്ലാ ദൈവമക്കളും വ്യക്തിപരമായി തന്നെ വലിയ ഉണർവ് പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ ആസന്നമായ വരവിനെ ഒരുക്കപ്പെടുവാൻ ഇടയായി തീരണം. God should send the great let it rain in all our churches to quicken the people, prepare the people for the coming of the Lord. Shall we pray? ദൈവജനത്തെ ജീവിപ്പിക്കേണ്ട, ദൈവജനത്തെ കർത്താവിന്റെ ആസന്നമായി ഒരുക്കേണ്ടതിന് വേണ്ടി ദൈവം തന്നെ മുഴുവൻ സഭയിൽ ഒരു വലിയ പിൻമാരി അയക്കേണ്ടതിനായി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം.
കൊടുത്തത്. Let all the saints of God gather together, conduct the morning service. Quicken the people, revive the people, strengthen the people, prepare the people for the coming of the Lord, O God. Help us, O God, help us, O God, help us, O God, help us, O God. God has answered all our prayers. Praise God. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവോത്തരം നൽകി തന്നിരിക്കുന്ന രാജാവ് സ്തോത്രം ചെയ്യാം. Our Almighty God, come down in our midst with all the heavenly and earthly blessings to bless us. Let's praise God. അതേ നമ്മുടെ സ്വർഗ്ഗസ്ഥനായ ദൈവം തന്റെ സകല സ്വർഗീയവും അക്ഷരികമായ അനുഗ്രഹങ്ങളുമായി നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇറങ്ങി വന്നിരിക്കുന്നു. ആയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Surrender our body, soul and spirit as a living sacrifice unto the Lord. Let's praise God. നമ്മുടെ ദേഹം ആത്മാവിനെ ദൈവത്തിൽ ജീവനുള്ള യാഗമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. Righteous and holy Father, we thank and praise Thee for the blessed morning, O God. The 7th month, the first Sunday, we have come to His presence and worshiping the name of the Lord in the beauty of the holiness. God has granted the great privilege in our life. We thank and praise Thee, Master dear. Yes, Lord, so many people pass from this world. They have not seen this day, but graciously, God has preserved us and brought in the presence of the Lord. We be worshiping the name of the Lord with the beauty of the holiness. We thank and praise Thee, Master dear. Past days, our God was good to us and fulfill all that we need to time in our life. We thank and praise Thee, O God. Wherever we went, in all the places, God's presence was with us. Preserve us as an apple of an eye, Master dear. Whatever the goodness God has done in our life, we remember all the goodness of God. With grateful heart, we are offering the sacrifice of lips of thanksgiving unto Thee. We thank and praise Thee, Master dear. Lord, undertake the whole service in His mighty hands. From the beginning to end of our service, God's presence be with us, O Master. Anointed our songs, prayer, interpretation, testimony, preaching and all things, O God. Through the each and every aspects of our service, we may edify and we shall prepare our life for the coming of the Lord. We thank and praise Thee. While we are worshiping, the great mighty anointing descended upon us. Quicken the people, revive the people, strengthen the people, deliver the people from various kinds of burdens and problems and sicknesses. We thank and praise Thee, O God. Yes, Lord, anoint of the Holy Spirit, do the great definite work each and every personal life. We thank and praise Thee, Master dear. Each and every child of God, they may rejoice in joy of the Holy Ghost. We prepare themselves for the coming of the Lord. We thank and praise Thee. Rise up the lively testimony among us. Speak from throne above. Reveal the counsel of God. Each and every word of God help us to be the midst of our life and prepare our life for the coming of the Lord. We thank and praise Thee. Wherever the saints of God gather together, conduct the morning devotional services, special meetings, conventions. God should bless all the service of the saints. We thank and praise Thee. Send the great revival. Prepare all our churches for the coming of the Lord. We thank and praise Thee, O God. Once again, we humble ourselves before the presence. In Jesus' name, we ask Thee, Father. Amen. Hallelujah. Before we go to service of the songs, we requested all the brothers and sisters come forward. എല്ലാ സഹോദരി സഹോദരന്മാരും ദയവായി മുന്നോട്ട് കടന്നു വന്നിരിക്കാൻ. Because we have no service in Abu Dhabi, so all Abu Dhabi people have also come to here for morning service and afternoon services also. അബുദാബിയിൽ ശുശ്രൂഷ ഇല്ലാതിരിക്കുന്നതിനാൽ അബുദാബിയിലുള്ളവരും ഇവിടെ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നു. So we request all the brothers and sisters come forward. എല്ലാ സഹോദരി സഹോദരന്മാരും in the front of the so many places there, come forward. ദയവായി മുന്നോട്ട് കടന്നു വന്നിരുന്നാട്ടെ. Those who are sitting in the back said, brothers, please move. ചെവി ഉള്ളവൻ കേൾക്കണമെന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. We begin your worshiping Tamil hymn number 250. 250. 280 തമിഴ് പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ആരാധന
എന്നിലായൻ തുമ്പങ്ങൾ എങ്ങും പോയൊഴിഞ്ഞു എൻമഴണ്ടോ നന്ദി നിറഞ്ഞു പൊങ്ങുകേ മേഘമായെല്ലോരും കൂടി സ്തോത്രിപ്പോകേ മേഘമായെല്ലോരും കൂടി സ്തോത്രിപ്പോകേ ആദിയും നീരേ ഏകാന്തമും നീരേ ആയിരാദേശകേ എന്തൻ യേശുവേ ആയിരാദേശകേ എന്തൻ യേശുവേ ശാന്തിയ ആവിയാസി സത്യം നിൽക്കാതെയും സത്യത്തിന് സാക്ഷിയാക എന്നും നിലയ്ക്ക ഭക്തിയിൽ വൈരാഗ്യം കളിത്താരേ ഭക്തിയിൽ വൈരാഗ്യം കളിത്താരേ ആദിയും നീരേ ഏകാന്തമും നീരേ ആയിരാദേശകേ എന്തൻ യേശുവേ ആയിരാദേശകേ എന്തൻ യേശുവേ യേശുവേ പക്ഷം നിൽക്ക ദീനസന്താനം നോക്ക ആത്മരെ കൂടാതെ വാഴും എങ്ങും കളിക്ക ഹല്ലേലൂയ വല്ലമയ പാടിടുമേ ഹല്ലേലൂയ വല്ലമയ പാടിടുമേ ആദിയും നീരേ ഏകാന്തവും നീരേ ആയിരാദേശകേ എന്തൻ യേശുവേ ആയിരാദേശകേ എന്തൻ യേശുവേ ഇടുക്കமான വഴി ഇன்பകാലാനേ എന്നവരോട് കൂടെ പാടി സഹിപ്പോ എന്തും യേശുവോട് ആட்சி செய்வோமே എന്തും യേശുവോട് ആட்சி செய்வோமே ആദിയും നീരേ ഏകാന്തവും നീരേ ആയിരാദേശകേ എന്തൻ യേശുവേ ആയിരാദേശകേ എന്തൻ യേശുവേ ഉന്നതമാനവരേ ഉയർന്ന സെമ്മേലനിച്ച് പഞ്ചവേഗവഞ്ചിരാമൻ തങ്ങി വാഴുവോ ഏകുതാങ്കൾ ദേവയാ എന്നും നിരങ്ങിക്കേ ഏകുതാങ്കൾ ദേവയാ എന്നും നിരങ്ങിക്കേ ആദിയും നീരേ ഏകാന്തവും നീരേ ആയിരാദേശകേ എന്തൻ യേശുവേ ആയിരാദേശകേ എന്തൻ യേശുവേ യെരൂശലേമേ ആത്മീ സിയോനേ നീ കണ്ടേ ആയിരം പതിനായിരം പിന്തുടരുടനേ ആസനവാണനേ സുധാം വരുകയാ ആസനവാണനേ സുധാം വരുകയാ ആദിയും നീരേ ഏകാന്തവും നീരേ ആയിരാദേശകേ എന്തൻ യേശുവേ ആയിരാദേശകേ എന്തൻ യേശുവേ എന്നിലായൻ തുമ്പങ്ങൾ എങ്ങും പോയൊഴിഞ്ഞു എന്നുമെല്ലാം നന്ദിയോടെ പൊങ്ങുകേ മേഘമായെല്ലോരും കൂടി സ്തോത്രിപ്പോമേ മേഘമായെല്ലോരും കൂടി സ്തോത്രിപ്പോമേ എന്നിലായൻ തുമ്പങ്ങൾ എങ്ങും പോയൊഴിഞ്ഞു എന്നുമെല്ലാം നന്ദിയോടെ പൊങ്ങുകേ മേഘമായെല്ലോരും കൂടി സ്തോത്രിപ്പോമേ മേഘമായെല്ലോരും കൂടി സ്തോത്രിപ്പോമേ ആദിയും നീരേ
മലയാളം ഹിറ്റ് നമ്പർ 231 231. 231 മലയാളം പാട്ട്. വന്നാലും
അതേ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ബലത്തെ പുതുക്കേണ്ടതിന് വേണ്ടി, അഭിഷേകത്തെ പുതുക്കേണ്ടതിന് വേണ്ടി ആകുന്നു. We should be receive the strength upon strength. അതേ ബലത്തിന്മേൽ ബലം നാം പ്രാപിക്കുന്നവരാകണം. So that purpose God has given the mighty anointing, excellency, power of God has given in our life. അതുകൊണ്ടാകുന്നു ദൈവം നമുക്ക് ശക്തിയേറിയ അഭിഷേകം, ഉത്തമമായ ആ ദൈവത്തിന്റെ ശക്തി തന്നെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. In this morning, let's all fill with the anointing of the Holy Spirit. അതേ ഈ രാവിലെ സമയം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടാം. We can receive the strength upon strength. ബലത്തിന്മേൽ ബലം പ്രാപിപ്പാൻ സാധിക്കാം. Those who are wait upon the Lord, they will receive the strength upon strength. അതേ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ നാൾക്കുനാൾ പുതുക്കിക്കൊണ്ടേയിരിക്കും. They will be mount like an eagle. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് They will enter into Zion. അവർ സിയോനിലേക്ക് പ്രവേശിക്കും. So that purpose God has anointed us. അഭിഷേകം ചെയ്തിരിക്കുന്നു. In this morning, let's all fill with the anointing of the Holy Spirit. Speaking unknown tongues. This is the new anointing, new strength. Hallelujah. Hallelujah.
என்னுடைய ஜெப வீட்டிற்கும் கூடி வந்திருக்கிற என் ஜனங்களே நீங்கள் பாக்கியவான்கள். Oh my children, blessed are you who have come to my holy hill and who have come to my prayer house. இந்த இடத்தின் விசேஷத்தை நீங்கள் அறிந்திருந்தால் இன்னும் நலமாயிருக்கும். If you understand the importance of this place, it will be more இது good. உங்களுக்கு மகிழ்ச்சியை கொடுக்கக்கூடியதான இடம். This place will bring joy to you. உங்களுடைய காணிக்கைகளும் பலியும் இங்கே அங்கீகரிக்கக்கூடியதான இடம். This is the
the place where your sacrifices and இந்த offerings will be பரிசுத்த accepted. பர்வதத்திலே தீங்கு செய்வாரும் கேடு செய்வாரும் ஒருவரும் இருப்பதில்லை. Those who do evil and those who do not do good shall not enter into my holy hill. பூமியின் கடையாந்திரத்தை உண்டாக்கிய நான் இங்கே உலாவிக் கொண்டிருக்கிறேன். As a God who created the ends of the world, I am moving in the midst. சோர்ந்து போகிறவனுக்கு பலத்தை கொடுக்கும்படியாக, To give strength unto the weary. சத்துவம் இல்லாதவனுக்கு சத்துவத்தை பெருக செய்யும்படியாக In order to increase the strength of நான் the இங்கே strength. உலாவிக் கொண்டிருக்கிறேன். I am moving in the midst நான் of இங்கே you. உலாவிக் கொண்டிருக்கிறேன். நான் இங்கே உலாவிக் கொண்டிருக்கிறேன் என்று கர்த்தர் I சொல்லுகிறார். am moving in the midst of you, says the Lord. As the God of Zion, as the God who created Zion, I'm moving in the midst, says the Lord. സിയോനിലെ ദൈവമായ സിയോനെ സൃഷ്ടിച്ച ദൈവമായ തന്നെ ഞാൻ നിങ്ങളുടെ മധ്യേ ഉലാവുന്നു. From Zion, the perfection of beauty, I am shining in your midst, says the Lord. അതേ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നതും അരുളി ചെയ്യുന്നു. My Zion is not a prison, it is a palace. എന്റെ സിയോൻ എന്നുള്ളത് ഒരു കാരാഗൃഹമല്ല, അത് ഒരു കൊട്ടാരമാകുന്നു. That anointing which I am giving from my Zion will not make you as a prisoner, but it will make you as a prince, says the Lord. അതേ ഞാൻ സിയോനിൽ നിങ്ങൾക്ക് നൽകി തരുന്ന ഈ അഭിഷേകം നിന്നെ ഒരു കാരാഗൃഹവാസിയല്ല, നിന്നെ ഒരു പ്രഭുവാക്കി മാറ്റും. Even if the enemy put you in the prison like Paul and Silas, you will rejoice with my anointing. അതേ ശത്രു പൗലോസിനെയും ശീലാസിനെയും പോലെ തന്നെ നിന്നെയും കാരാഗൃഹത്തിലാക്കിയാലും നീ എന്റെ ആത്മാവിൽ ആനന്ദിക്കും. Outwardly, you might look very fragile and very feeble. ഒരു പക്ഷേ പുറമെ നോക്കിക്കഴിഞ്ഞാൽ നീ വളരെ ബലഹീനനും ക്ഷീണനുമായി കാണപ്പെട്ടേക്കാം. But when my anointing comes to you, like David, you will split, you will destroy the lion and bear which comes up against you. എന്നാൽ എന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുന്നു എങ്കിൽ നിങ്ങൾക്ക് നേരെ വരുന്ന കരടിയെയും സിംഹത്തെയും ദാവീദിനെ പോലെ തന്നെ നിങ്ങളും കീറിക്കളയും. When my anointing comes on you, like Samson, you will destroy all the Philistines. അതേ എന്റെ അഭിഷേകം നിന്റെ മേൽ കടന്നു വരുമ്പോൾ നീ ശിംശോനെ പോലെ തന്നെ നീ നിന്റെ സകല ശത്രുക്കളെയും നശിപ്പിക്കും. Oh my child, with my anointing, you are no more a feeble person. അതേ എന്റെ അഭിഷേകം നിമിത്തമായി ഇനിമേലാ നീ ഒരു ബലഹീനനല്ല. You are a mighty man of valor. അതേ നീ ഒരു You പരാക്രമശാലിയാകുന്നു. are a strong person. അതേ നീ ബലമുള്ള വ്യക്തിയാകുന്നു. My anointing will strengthen you. അതേ എന്റെ അഭിഷേകം നിന്നെ ബലപ്പെടുത്തും. With you I will do wonders and miracles. ഇതിലൂടെ ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. You will be eating the royal portion. അതേ നീ എന്റെ രാജകീയ അംശം തന്നെ നിനക്ക് ലഭിക്കും. It will make you as kings and princes for me. അതെ അത് നിന്നെ എനിക്ക് വേണ്ടി രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാക്കി മാറ്റും. Submit yourself wholeheartedly to my anointing. അതെ ആ ഇതിലെല്ലാം അഭിഷേകത്തിലൂടെ നിങ്ങൾ തന്നെ വീണ്ടും ഏൽപ്പിച്ചു തരിക. This is the anointing from Zion for you. ഇത് സിയോനിൽ നിന്ന് നിനക്ക് വരുന്ന അഭിഷേകമാകുന്നു. This is the Pentecostal anointing for you. പെന്തക്കോസ്തിന്റെ അഭിഷേകമാകുന്നു. Receive it. അതിനെ പ്രാപിക്കുവിൻ. Receive it. പ്രാപിക്കുവിൻ. You will be strengthened, says the Lord. ആ തന്മൂലം നിങ്ങൾ ബലപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. My people, എന്റെ ജനമേ, blessed is the man who strengthened me. ബലത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. Who will receive the strength from me, he is a blessed man. അതെ എന്നിൽ നിന്ന് ബലം പ്രാപിക്കുന്നവർ അവർ അനുഗ്രഹീതമാകുന്നു. How many of us you confess from the depth of your heart, my God is my strength? അതെ നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് തന്നെ ഏറ്റുപറയുന്നുണ്ട് എന്റെ ദൈവമാകുന്നു എന്റെ ബലം. He is able to strengthen me. I may overcome all the powers of the darkness. അതെന്താ കർത്തന്റെ സകല ശക്തികളെയും ജയിപ്പാൻ തക്കവണ്ണം അവൻ എന്നെ ബലപ്പെടുത്തുന്നു. He will strengthen me through his mighty anointing. I can subdue all the
powers of the Satan in my feet. അതെ അവന്റെ ശക്തിയുടെ അഭിഷേകം നിമിത്തമായി അവൻ നമ്മെ നിറയ്ക്കുന്നതാൽ സാത്താന്റെ സകലവിധമായ ശക്തികളെയും എന്റെ കാൽച്ചുവടുകളിൽ ചതയ്ക്കുവാൻ എനിക്ക് സാധിക്കും. My child, receive my strength, receive my anointing. എന്റെ പൈതലേ എന്റെ അഭിഷേകം എന്റെ ശക്തി നീ പ്രാപിക്കുക. My anointing, my strength will transform you. I say, Matthew, voila. അതെ എന്റെ അഭിഷേകം എന്റെ ശക്തി നിന്നെ ഒരു പരാക്രമശാലിയാക്കി മാറ്റാം. I will send thee, go with thy strength. അതെ ഞാൻ നിന്നെ അയക്കും, നീ ബലത്തോടെ പോകാം. Yes, I say unto thee, go with thy strength. അതെ ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നു, നീ ബലത്തോടെ പോകാം. I will be with thee. അതെ ഞാൻ നിന്നോട് കൂടി I will ഉണ്ടായിരിക്കും. fight for all your battles. നിന്റെ സകല യുദ്ധങ്ങളെയും ഞാൻ ചെയ്യാം. He will subdue all your powers of the Satan in your feet, says the Lord. അതെ സാത്താന്റെ സകലവിധമായ ശക്തികളെയും നീ കാൽച്ചുവടുകളിൽ ചതച്ചുകളയുന്നു. Hallelujah. Hallelujah. Child, hearken unto my voice. I am Jehovah Ra. As a shepherd, I am leading you. Strengthen yourself in me and receive the favor from me. I will uphold you in the right hand of my righteousness. Hearken unto my voice, so that I will fill you with the glory of my house, says the Lord. Oh my child, why are you thinking that you don't have strength? Behold, my angels are standing before you. I am going to strengthen the strengthless through my anointing. Ask in my name. I am going to fill you. Behold, my angels are standing before you. They that desire shall receive. Behold, I am filling you, says the Lord. God has strengthened us, quickened us through His mighty anointing. Shall you praise God? അതെ ദൈവം നമ്മെ ബലപ്പെടുത്തിയിരിക്കുന്ന ശക്തിയുടെ അഭിഷേകത്താൽ നമ്മെ ശക്തീകരിച്ചിരിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Every day we must receive the strength from the Lord. We must pray, strength to strength, go forward.
അത് എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ച് ദിനംതോറും ബലത്തിന്മേൽ ബലം പ്രാപിച്ച് നാം മുന്നോട്ട് കടന്നു പോകണം. We were destroyed all the powers of the darkness, all the obstacles that comes to the hindrance for our holy life. We could not prepare for the coming of the Lord. Everything should be destroyed. അതെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വിരോധമായി, നമ്മുടെ കർത്താവിന്റെ വരവിൽ നാം ഒരുക്കപ്പെടുന്നതിന് വിരോധമായി കടന്നു വരുന്ന സകലവിധമായ തടസ്സങ്ങളെയും നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ജയിക്കണം, അതിനെ നശിപ്പിച്ചു കളയണം. God should grant abundance of grace and anointing continually in our life. Let's praise God. അതെ, അതിനുവേണ്ടിയുള്ള അഭിഷേകവും കൃപയും ദിനംതോറും തുടർമാനമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി നേടുന്നതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Soak in the rest of the weekly in the mighty hands of God. Let's praise God. ഈ ആരാധനയുടെ ശിഷ്ടമുള്ള ഭാഗങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. Those who are inspired the Spirit of God, one believer brother, believer sister, you can pray. ആത്മാവിൽ നിൽക്കുന്ന ഒരു സഹോദരനും സഹോദരിക്കും പ്രാർത്ഥിക്കാം. Gracious and loving Father, we come before you in Jesus' name. Thank you, Father, for giving us this wonderful morning time to come to Thy presence to worship Thee in spirit and truth, oh Father. Yes, Father, throughout the past month, You have been very good to us, oh Father. Like an apple of your eye, You preserved us, You protect us from all harms and dangers, oh Father. And thank You for bringing us once again to Your presence, oh Father, in the 7th month, oh Father, in this first week, oh Father. Thank You for giving us a blessed worship, oh Father, to worship You in spirit and truth, to worship You in the beauty of holiness. Thank You for enabling us, oh Father. Thank You for the blessed salvation which You gave to us, oh Father. Thank You for this precious anointing which You have poured into this earthen vessels, oh Father. Thank You again, oh Father, for giving us this fellowship of the saints of God, oh Father. Hallelujah, praise the Lord. Thank You for making us all to walk in the light along with Thy saints, oh Father. Even, oh Father, in this morning time, we commit our worship into Your divine hands, oh Father. Thus far, thank You for helping us to sing songs of deliverance, to rejoice in You, to put on Thy strength, oh Father, to go from strength to strength, oh Father. Thank You for helping us, oh Father. We praise You, Lord. Yes, Father, You are able to give the strength to the strengthless, oh Father. You have strengthened us in Your presence, oh Father. Thank You for this precious anointing which is poured from Your presence, oh Father. Yes, Father. Thank You for bringing us to the holy hill, oh Father. Thank You for speaking to us, oh Father. Even rest of the worship, be with us and bless us, oh Father. Anoint the testimonies, oh Father. Help them to proclaim Thy name, oh Father. Hallelujah. We commit each and every one who is going to testify about You in Your presence, oh Father. Yes, Father. Hallelujah. Anoint them, oh Father. It's a special anointing, oh Father. Give them words of grace, oh Father. Let the testimony quicken the church, oh Father. Hallelujah. Praise the Lord. Strengthen Thy servant, oh Father. Give him double portion of the anointing, oh Father, that he should be able to tell Thy word, oh Father. Yes, Father. Not as a man speaketh unto us, oh Father. Go, God, from Zion. Speak to us, oh Father. Words of eternal life was in You, oh Father. Yes, Father. Receiving this word, oh Father, as a good ground, help us to bring forth 100-fold fruit and to live a fruitful life, oh Father. Help us, oh Father. Oh, we commit each and every child who have gathered in Their presence, oh Father, with various needs, burdens, troubles, problems. They have come in Their presence, oh Father. Yes, Father. Thou art a God who answers all our prayers, oh Father. There is nothing impossible for You, oh Father. Yes, Father. Touch each one of them. Heal them. Strengthen them. Uphold them in the right hand of Thy righteousness. And prepare us all for Thy soon return. Bless all the servants of God, oh Father. Keep them in best of health and strength, oh Father. Bless all the meetings who have been conducted by our servants of God, oh Father. In all the places, oh Father. Magnify and glorify Thy great name. You are going to come soon, oh Father. Prepare us all for Thy soon return. We humble ourselves before Thee. We give all glory and honor to Thee. In the most blessed name of our Lord and Savior Jesus Christ, we ask this prayer. Amen. Lord Jesus, glory be to God, the creator of heaven and the earth, Alpha and Omega, Lord Jesus. Glory be to God, most merciful Lord, Thy mercy endureth forever. Praise the Lord. Thank You, Lord, brought us into the 7th month of this year, Lord. Thank You, Jesus, Thy loving kindness upon us, Lord. Thank You for guarding, guiding us, protecting us, providing us. Thank You, Lord, preserving us from all the evil, harm and danger, accidents, natural disasters, calamities, disease, sicknesses, Lord. Glory be to God. Thy loving kindness, Thy grace, mercy alone, we are breathing this earth. Thank You, Lord, for keeping us all alive in this land, Lord Jesus. Thank You, Jesus. Million years we thank and praise the Lord Jesus Christ, Lord, sufficient, Lord Jesus. Thank You, Jesus, for all the consecrated servants of God all over the world, Jesus. You know them, You understand them, Lord. Whoever are sick and weak, Lord Jesus, strengthen them, Lord Jesus. Give them the
grace to do the ministry till the end. Glorify thy mighty name. Lord, for all the believers all over the world, what difficulties they are going through, you only understand, Jesus. You only understand us, Lord Jesus. Abba. Make each one of us humble in thy feet, Lord Jesus. Nothing to be proud of ourselves. Be humble, Lord Jesus. Humble, make each one of us humble, and coming days more pray, praising and glorify, Lord Jesus Christ. Thank you, Jesus. Day by day, sanctify us, Lord. Prepare us for the soon coming of Lord Jesus. Once again, we are all submitting, surrendering ourselves in the mighty name of Lord Jesus. Surrendering our mind, body, soul, and spirit in thy hand. All praise, glory, honor to Lord. In the precious name of Lord Jesus' name, our Father. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ സന്നിധാനത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവേ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കണം. ഞങ്ങളുടെ സന്നിധാനത്തിൽ അടികളെ കൂട്ടി വെച്ച് കൃപയ്ക്കായ സ്തോത്രം. കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവേ, ഇടങ്ങൾ പോയതായ എല്ലാ പാതകളിലും കർത്താവേ, രോഗങ്ങൾ, കഷ്ടങ്ങൾ കർത്താവേ എല്ലാം വന്നപ്പോൾ ദൈവമേ പൂർണ്ണമായ സുഖവും ബലവും ആരോഗ്യം കർത്താവേ അങ്ങ് തന്നതിനായ സ്തോത്രം. ആപത്തിനർത്ഥം നിന്നെല്ലാം വിടിവിച്ചതിനായ സ്തോത്രം. കർത്താവേ, പുതിയ മാസവും ജയകരമായ ദൈവമേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. പാട്ടിലൂടെ കർത്താവേ അടികളോട് സംസാരിച്ചതിനായ സ്തോത്രം. പ്രവചനത്തിലൂടെ സംസാരിച്ചതിനായ സ്തോത്രം. ബലത്തിന്മേൽ ബലം പ്രാപിച്ച് സിയോനിൽ ചെന്നെത്തുവാൻ നിൽക്കണം. ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. എല്ലാ ബലഹീനതയെന്നും കർത്താവെ മാറ്റി ബലം തന്നതിനായ സ്തോത്രം. കർത്താവെ, സാക്ഷിയും കർത്താവെ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കർത്താവെ വചനം മൂലം സംസാരിക്കണമേ. കർത്താവെ ഞങ്ങളുടെ വരവിനായി ഒരുക്കും യേശു നാമത്തിൽ തന്നെ. Let's all stand and sing English hymn number 40. നമുക്ക് അവർക്കും എഴുന്നേറ്റ് വാഴ്ത്തുവാൻ ശ്രമിച്ചു. He keeps me daily from all harm. He keeps me ever true. Ever, ever, He keeps me ever true. I never will doubt my Lord anymore. I never will doubt His love. Never, never, I never will doubt His love. He gives me all my lost and think He every need supplies. Every need supplies. I never will doubt my Lord anymore. I never will doubt His love. Never, never, I never will doubt His love. He cast my sins behind His back. He hold my sins away. Oh sins, He hold my sins away. I never will doubt my Lord anymore. I never will doubt His love. Never, never, I never will doubt His love. He gives me power to make those sin. He gives me power to live. Power, He gives me power to live. I never will doubt my Lord anymore. I never will doubt His love. Never, never, I never will doubt His love. What a wondrous Lord I have. What a wondrous love. What a wondrous love. I never will doubt my Lord anymore. I never will doubt His love. Never, never, I never will doubt His love. Hallelujah. Please be seated. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധമായ പെരുമാറ്റം. When you go to all the brothers, please come forward. Backside brothers are waiting there. Little
move on. പുറകിൽ സ്ഥലമില്ലാത്തവർ ദയവായി സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്നിരുന്നു. This week's program, as usual, ഈ ആഴ്ചയിൽ യോഗങ്ങൾ സാധാരണ പോലെ തന്നെയാകുന്നു. afternoon service 1:45 p.m. Hall number E2. We will conduct the service here. ഹോൾ നമ്പർ E2-വിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് 1:45 മണിയോടുകൂടി രണ്ടാമത്തെ സഭായം ആരംഭിക്കും. After that, we are having scripture school ministry also. അതിനുശേഷം നമുക്ക് സ്ക്രിപ്ചർ സ്കൂളും ഉണ്ടായിരിക്കും. Wednesday Bible study ബുധനാഴ്ച ദിവസം വേദപഠന ക്ലാസ് under the Sivan Hall. അത് C1 ഹോളിൽ വെച്ച് നടത്തപ്പെടും. And Saturday morning fasting prayer also is conducted the same place. അതേ ശനിയാഴ്ച ദിവസം രാവിലെയുള്ള ഉപവാസ പ്രാർത്ഥനയും അതേ സ്ഥലത്ത് തന്നെ വെച്ചായിരിക്കും. And Saturday evening tarry meeting conducted this place, same hall. അത് ശനിയാഴ്ച ദിവസം സന്ധ്യയ്ക്കുള്ള കത്രിപ്പ് യോഗം ഈ ഹോളിൽ വെച്ച് നടത്തപ്പെടും. And next Sunday morning service 6:45 a.m. conducted this hall and 1:45 a.m. E2 hall also. അടുത്ത ഞായറാഴ്ചയും രാവിലെയുള്ള സഭായം 6:45 മണിയോടുകൂടി ഈ ഹോളിൽ വെച്ചും ഉച്ചയ്ക്കുള്ള സഭായം E2 ഹോളിൽ വെച്ചും നടത്തപ്പെടും. We request all the believers come and participate and receive the blessings of God. അത് എല്ലാ സഹോദരി സഹോദരന്മാരും കടന്നു വന്ന് അതിലെല്ലാം സംബന്ധിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. For our meditation, let's turn to book of Deuteronomy, chapter 15, verse 10. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. Thou shalt surely give him, and thine heart shall not be grieved when thou givest unto him, because that for this thing that the Lord thy God shall bless thee in all thy works, and in all that thou puttest thine hand unto. அவனுக்கு தாராளமாய் கொடுப்பாயாக. அவனுக்கு கொடுக்கும் போது உன் இருதயம் விசனப்படாது இருப்பதாக. அது நிமித்தமாக உன் தேவனாகிய கர்த்தர் உன்னுடைய எல்லா கிரியைகளிலும் நீ கையிட்டு செய்யும் எல்லா காரியங்களிலும் உன்னை ஆசீர்வதிப்பார். Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In the beginning of this month, God's promise to us, the Lord shall bless thee, the work of our hands. അതെ, ഈ ദിവസം ഈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ചയിൽ ദൈവം നിന്റെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്ത വചനമാകുന്നു. For these things, the Lord thy God shall bless thee in all thy works and in all that thou puttest thine hand unto. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. Yes, beloved children of God, we all of you know, when we are receiving the blessings of God, God puts some conditions. അതേ പ്രിയ ദൈവമക്കളെ, നമുക്ക് അറിവുള്ളതാകുന്നല്ലോ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ചില നിബന്ധനകളും അതിനോട് കൂടെ വെക്കും. In all the promises back behind, there is some condition is there. If you are following this condition, if you are obeying God's words, if you do the things, surely God will bless us. എല്ലാ വാഗ്ദത്തങ്ങളിലും പിറകിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെ നാം പാലിക്കുമ്പോൾ, അപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. Here, God gives some important points. You should consider the poor. അതെ, ഇവിടെ ദൈവം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാകുന്നത് ദരിദ്രനെ കരുതണം. And also, you should be considered the Levites. അത് മാത്രമല്ല, ലേവ്യരെയും നീ കരുതണം. And also, you should be considered our fatherless. അതുപോലെ തന്നെ പിതാവില്ലാത്തവരെ കുറിച്ചും നിങ്ങൾ കരുണയുള്ളവരാണ്. And also, you should be considered about the strangers. അത് മാത്രമല്ല, പരദേശികളെ കുറിച്ച് നിങ്ങൾ കരുതലുള്ളവർ. Yes, if you are considered about the people, if you are considered about the poor, if you are considered about the strangers and fatherless, surely God will bless thee. അതെ, തീർച്ചയായിട്ടും അനാഥരെയും പരദേശികളെയും ദരിദ്രരെയും നിങ്ങൾ കരുതുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. If they surely give him, then heart shall not be great when that givers unto him. നീ അവന് കൊടുത്തേ മതിയാവൂ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. Some people, they are giving the alms and helps, but with grief they are doing so many things. ചിലർ സഹായത്തിന് വേണ്ടി കരം നീട്ടാറുണ്ട്, അല്ലെങ്കിൽ സഹായിക്കുവാറുണ്ട്. എന്നാലോ ഈ സഹായിക്കുന്നത് വളരെ ദുഃഖത്തോടു കൂടിയായിരിക്കും. Some people, they have no desires to give to any alms and helping to others. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി, സഹായം നൽകി കൊടുക്കുന്നതിന് വേണ്ടി കരകൾ നീട്ടുവാൻ അനേകർക്കും അത് മടിയാകുന്നു. In Old Testament period, in our forefathers' time, God gave these commandments. അതെ, പഴയ നിയമകാലത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് ദൈവം ഈ കൽപ്പന നൽകി കൊടുത്തു. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ So the വാഴ്ത്തപ്പെടുമാറാകട്ടെ. 11th verse saying, for the poor shall never cease out of this land. അവരുടെ 11-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. Therefore I command thee, saying, thou shalt open the hand wide unto the brother, to thy poor, and to the needy in the land.
അത് അടുത്ത വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണം. Praise be the holy name of God. ദൈവത്തിന് നാമപ്പെടുമാറാകട്ടെ. Yes, beloved children of God, each and every child of God wants to blessings. God wants to bless this family. God wants to bless the works of their hands. അതെ, എല്ലാ ദൈവമക്കളും തങ്ങളെ അനുഗ്രഹിക്കണമെന്നും തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, തന്റെ പ്രവൃത്തികളെ അനുഗ്രഹിക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. But they knew not about how to receive the blessings of God. എന്നാലോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ എപ്രകാരം കരസ്ഥമാക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവ് അവർക്കില്ലാതെ The same things God mentioning in Deuteronomy chapter 14 verse 29. ഇതേ കാര്യം തന്നെ ആവർത്തന പുസ്തകം 14-ാം അധ്യായം 29-ാം വാക്യത്തിലും ദൈവം അരുളി That ചെയ്തിരിക്കുന്നു. place God clearly says about you should be considered Levites, you should be considered fatherless, you should be considered poor, you can consider stranger. ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നു, ലേവ്യനെയും പരദേശിയെയും അനാഥനെയും വിധവയെയും നിങ്ങൾ കരുതണം എന്നുള്ള കാര്യം. Deuteronomy chapter 14 verse 29. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 29-ാം വാക്യം. And the Levite, because he hath no part nor inheritance with thee, and the stranger and the fatherless, and the widow which are within thy gates shall come, and shall eat and be satisfied, that the Lord thy God may bless thee in all the work of thine hand which thou doest. The Lord thy God may bless thee in all the works of the hands which thou doest. നീ ചെയ്യുന്ന സകല പ്രവൃത്തികൾ നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്. Yes, beloved children of God, we should be considered about the poor, considered about the stranger, considered about the fatherless. അതേ പ്രിയമുള്ളവരെ, അത് നിമിത്തം നാം പരദേശികളെയും അനാഥരെയും ദരിദ്രരെയും നമ്മൾ കരുതുന്നവരായിരിക്കണം. When we come to 1 Proverbs chapter 3, നമ്മൾ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ verse 9 and 10 when we read, 9-10 വാക്യത്തിൽ King Solomon says in another angle, മറ്റൊരു രീതിയിൽ ഇവിടെ സൊളോമോൻ രാജാവ് പറയുന്നു, Honor the Lord with thy substance, and with the first fruits of all thine increase, so shall thy barns be filled with plenty, and thy presses shall burst out with new wine. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Honor the Lord with his substance, with all the first fruits and all the increase. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. Yes, beloved children of God, we should be honor our God in all the substance. അതെ, നാം നമ്മുടെ ദൈവത്തെ സകല ധനം കൊണ്ടും സകല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ബഹുമാനിക്കുന്നവരായിരിക്കാം. How many of us we are honoring our God? നമ്മളിൽ എത്ര പേർ നമ്മുടെ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്? Honoring our God means we should honoring others, honoring one another, honor the poor, honor the Levites. അതെ, ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളത് അന്യോന്യം ബഹുമാനിക്കുക എന്നുള്ളതാകുന്നു. ദരിദ്രന്മാരെ ബഹുമാനിക്കുക, അനാഥരെ ബഹുമാനിക്കുക എന്നുള്ള കാര്യത്തെ അത് കുറിക്കുന്നു. And also honor their God for through all the first fruit of the substance. അത് മാത്രമല്ല, നിങ്ങളുടെ ആദ്യ ഫലം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കണം. Yes, we should give here firstborn for the ministry. അതെ, നമ്മുടെ ആദ്യത്തെ മകനെ അല്ലെങ്കിൽ മകളെ ദൈവവേലയ്ക്കായി നാം നൽകി കൊടുക്കണം. People want to prepare the children for the medicine, doctors, engineers, the highest position in this world. അതെ, ജനങ്ങളെല്ലാം തങ്ങളുടെ മക്കള് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഈ ലോകത്തിലെ ഉന്നത പദവിയിൽ എത്തുവാനും വേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. Any other new things that comes into the world, they want to study about that our children want to study that things. അതെ, ഏതെങ്കിലും ലോകത്തിൽ പുതുതായി ആവിർഭവിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. But they are not give the children for the ministry. എന്നാലും അവർ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ മക്കളെ നൽകി കൊടുക്കുന്നില്ല. In the world, so many places, lack of the servants of God ministry is affected. One brother or one sister to doing so many ministry, to traveling thousands of kilometers to conduct the meetings. അതെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്തൃ ശുശ്രൂഷകളുടെ കുറവ് മൂലം അതിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട്. ചില ഒരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ മാത്രം ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് അനേക ശുശ്രൂഷകൾ തന്നെത്താൻ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. Yes, beloved children of God, the lack of these servants of God in these days, parents encouraging your children to through your first fruits to honoring God, send your children for the ministry. അതെ, ഈ കർത്തൃ വേലക്കാരി നാളുകൾ ചുരുക്കമായിരിക്കുന്ന വേളയിൽ നിങ്ങളുടെ ആദ്യ ഫലങ്ങളെ തന്നെ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകി കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുക. With the first fruits of all thine increasing, so shall the barns and fill with the plenty, and press when they shall be with the new wine.
എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. One side we should be give the alms and give the help for the poor, strangers, and also fatherless. And another side we should be honoring God, your first fruits, through your children, through your all the first fruits you can honoring our God. അതെ, നിങ്ങൾ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ പരദേശികളെയും അനാഥരെയും വിധവമാരെയും ദരിദ്രരെയും നിങ്ങൾ സഹായിക്കുന്നവരാകണം. മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും സകലവിധമായ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കണം. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Malachi chapter 3 verse 10, when come to what God has done to you, how can God has bountifully opened the windows of heaven, God should also bless the people. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ എപ്രകാരമാകുന്നു ദൈവം സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് തന്റെ ജനത്തെ സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. All the tithes into the storehouse, that there may be meat in my house, and prove me now herewith, say the Lord of hosts, if I will not open you the windows of heaven and pour you out a blessing, that there shall not be room enough to receive it. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? Yes, I will open the windows of heaven and bless you so without place full of blessings. അതെ, ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തന്നെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കും. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. If you are honoring God, God also be honoring you. അതെ, നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവവും നിങ്ങളെ ബഹുമാനിക്കും. If God wants to bless the works of your hands, your business, your blessings, whatever it may be, you should be honoring God. അതെ, ദൈവം നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കണമെങ്കിൽ, നിങ്ങളുടെ വ്യാപാരത്തെ അനുഗ്രഹിക്കണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. If God wants to bless your children, God wants to bless your children's studies, in the business, in the working places, you should be honoring God. Teach your children should be, they are honoring God through the prayers, through the meditation, the word of God, through the exercising themselves according to the word of God. അതെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമെങ്കിൽ, നിങ്ങളുടെ വ്യാപാരത്തെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ ജോലി സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകി തരണമെങ്കിൽ നിങ്ങളും ദൈവത്തെ ബഹുമാനിക്കുന്നവർ ആയിരിക്കണം. നിങ്ങളുടെ മക്കളും ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. എന്നാൽ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. Yes, so God said to the same things to Samuel, those who honor me, I will honor them. അതുകൊണ്ടാണ് ദൈവം ശമൂവേൽ പ്രവാചകൻ അരുളിച്ചതുപോലെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. Those who despise me, I will also despise them. അതെ, എന്നെ ത്യജിക്കുന്നവനെ ഞാനും ത്യജിക്കും. Yes, beloved children of God, through the prayer, through the meditating the word of God, right time come to the presence of the Lord and worshiping God, filled with the anointing of the Holy Spirit. Through the things also we should be pleasing. That time God will bless you and open the windows of heaven with abundantly. അതെ, നാം പ്രാർത്ഥിക്കുന്നതിലൂടെ, നാം വേദപഠനം വായിക്കുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ, തക്ക സമയങ്ങളിൽ ലോകങ്ങളിൽ കടന്നു വന്ന ദൈവത്തെ പാടി ആരാധിക്കുന്നതിലൂടെയും അപ്രകാരം നാം ചെയ്യുന്നതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്ഥലം തികയോ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു തന്ന് സ്ഥലം പോരാതെ വണ്ണം തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകും. Honoring God means we should be obey the God's voice and keep His commandments and exercising ourselves according to the truth of God. That time all the blessings come from Zion. അതെ, നാം ദൈവത്തിന്റെ വാക്കുകളെല്ലാം കേട്ട് അത് അനുസരിച്ച് അതിൻ പ്രകാരം നാം ജീവിക്കുന്നു, അപ്രകാരം നാം അഭ്യസിക്കുന്നുവെങ്കിൽ അതേ സ്വർഗ്ഗ സിയോനിൽ നിന്ന് തന്നെ സകല അനുഗ്രഹങ്ങളും നമ്മളുടെ മേൽ കടന്നു വരുമാറാകും. Yes, beloved children of God, blessings come from God only. We have not purchasing from any places. അതെ, അനുഗ്രഹം കടന്നു വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാകുന്നു. മറ്റെവിടെയും ചെന്ന് വില കൊടുത്തത് വാങ്ങുവാൻ സാധിക്കുകയില്ല. You have money, you have so many other things, but blessings not you can purchase it from any shop. അതെ, നിങ്ങൾക്ക് അനവധി ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ മേടിക്കുവാൻ സാധിക്കാം, എന്നാലോ അനുഗ്രഹം ഒരു കടയിലും പോയി മേടിപ്പാൻ സാധിക്കുന്ന ഒന്നല്ല. Yes, blessings come from the Lord. അതെ, അനുഗ്രഹം ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നതാകുന്നു. So we must be humble ourselves and build up our life, receive the blessings of God. അതിനാൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധി നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരായി. So we should be honoring our God through all the substance, through the first fruits, through our prayer, through honoring the word of God. അതെ, ആയതിനാൽ നാം ദൈവത്തെ നമ്മുടെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. When we come to Deuteronomy chapter 28 verse 1, ആവർത്തന പുസ്തകം 27
28-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, If thou shalt hearken the voice of the Lord diligently and observe all these commandments, I will command you today that all the blessings come upon you. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്ക് മീതെ നിന്നെ അനുഗ്രഹിക്കും. Yes, I will bless thee above all the nation of this earth. അതെ, ഈ ലോകത്തിലുള്ള സകല ജാതികൾക്ക് മീതെ ഞാൻ നിന്നെ ഉന്നതനാക്കും, അനുഗ്രഹിക്കും. Second verse says, all these blessings shall come on thee and overtake thee if thou shalt be hearkened unto the voice of the Lord. അത് 2-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ടനുസരിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. Blessed shall thou be in the city, and blessed shall thou be in the field. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. Praise be the holy name of God. ദൈവത്തെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Hearken the voice of God. അതേ, ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുക. Oh, and we should do what is right before the sight of God. അതേ, ദൈവത്തിന്റെ ദൃഷ്ടിക്ക് മുൻപായി എന്താകുന്നു നന്മയായിരിക്കും അത് നാം ചെയ്യുകയും വേണം. Whatever the commandments God has commanded unto us, we will surely receive the blessings of God. അതേ, ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന സകല കൽപ്പനകളെ നാം പ്രമാണിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കരസ്ഥമാക്കും. From the first verse to up to 14th verse, all the blessings come upon us. അതേ, ആ 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ കടന്നു വരും. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Yes, which I commanded thee this day to observe and to do them. Verse 13. അതേ, 13-ാം വാക്യത്തിൽ പ്രകാരമാകുന്നു പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതായ എന്റെ എല്ലാ കൽപ്പനകളും കേട്ട് പ്രമാണിക്കണം. Deuteronomy chapter 28 verse 13. And the Lord shall make thee the head and not the tail, and thou shalt be above only, and thou shalt not be beneath, if that thou hearken unto the commandments of the Lord thy God, which I command thee this day, to observe and to do them. Hallelujah. What are the commandments God given to us? We should obey, we should observe, we should do it. God will bless us. അതെ, തീർച്ചയായും ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന സകലവിധമായ പ്രമാണങ്ങളെ നാം പ്രമാണിച്ച് അനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ഉയർത്തും. This is also one of, through these things we are honoring our God. അതെ, ദൈവത്തെ മാനിക്കുന്നതായ ഒരു കാര്യം ഇത് ആകുന്നു. Praise be the holy name of God. ദൈവത്തിന് വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Yes, beloved children of God, hearken the voice of God. Whatever the things we must right to do and keep all His commandments, surely God will bless us. അതെ, നമ്മുടെ ദൈവമായ യഹോവയുടെ നാം വാക്ക് കേട്ടനുസരിച്ച് അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന സകല പ്രമാണങ്ങളും പ്രമാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. The Lord shall make thee the head and not the tail. അതെ, യഹോവ നിന്റെ വാലല്ല തലയാക്കും. And thou shalt be above only, and thou shalt not be beneath. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. Praise be the holy name of God. ദൈവത്തിന് വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Yes, God will lift it up. God will increase our wealth. God will bless the works of our hands. We should be blessed people. We should be live as a blessed Christian life in this world. അതെ, ദൈവം തന്നെ നമ്മെ ഉയർത്തും. ദൈവം തന്നെ നമ്മുടെ ധനത്തെ വർദ്ധിപ്പിക്കുമാറാക്കും. ദൈവം നമ്മുടെ വ്യാപാരങ്ങളെ, ജോലിസ്ഥാനങ്ങളെ എല്ലാം അനുഗ്രഹിക്കും. ദൈവം തന്നെ ഈ ലോകത്തിൽ നമുക്ക് ഉയർച്ച നൽകി When you തരും. come to Psalm 41 verse 1, നമ്മൾ 41-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, Psalmist also be saying things. Those who are considered the poor, God also will bless them. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ള സങ്കീർത്തനക്കാരനും പറഞ്ഞിരിക്കുന്നുവല്ലോ. Blessed is he that considereth the poor, the Lord will deliver him in time of trouble. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. Lord will deliver him in the time of trouble. അതെ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. Yes, God noted. God is mentioning, oh, whatever the things we are given to the poor, help the poor, consider the poor, to God will deliver them in the time of trouble. അതെ, എളിയവനെ ആദരിക്കുന്ന എളിയവർക്ക് നാം നൽകി കൊടുക്കുന്ന ദരിദ്രരെ നാം സഹായിക്കുന്നുവെങ്കിൽ അന്നത്തെ ദിവസത്തിൽ യഹോവ നമ്മെ വിടുവിക്കും. So God commanded the children of Israel, the poor never cease in this land. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പ്രകാരം പറഞ്ഞത്, ദരിദ്രന്മാർ ദേശത്തറ്റു പോകുകയില്ല. So when we are enjoying, when we are rejoicing, you call upon the poor and call upon the Levites, call upon the strangers and fatherless, you should rejoice with them. ആയതിനാൽ ഉത്സവം ആചരിക്കുന്ന വേളയിൽ നിങ്ങൾ ലേവ്യരെയും ദരിദ്രന്മാരെയും അനാഥരെയും അവരെയെല്ലാം നിങ്ങളോട് കൂടെ തന്നെ ചേർത്തുകൊണ്ട് അവരോടൊപ്പം നിങ്ങൾ ആനന്ദിക്കണം. Yes, Psalmist also, he was the greatest man. He humbled himself. The poor man cried.
അതേ സങ്കീർത്തനക്കാരൻ മഹാനായ വ്യക്തിയാകുന്നു എങ്കിൽ തന്നെയും ഇപ്രകാരമാകുന്നു തന്നെ താൻ താഴ്ത്തി പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു. Whatever the blessings we having in our life, we should be humble. We should be say before the presence of the Lord, Lord, I am poor and needy. Mercy upon me. അതെ, നമ്മൾ എത്ര വലിയവരായിരുന്നാൽ തന്നെയും നമുക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിൽ തന്നെയും നാം ദൈവത്തിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറയണം, ഞാൻ എളിയവനും ദരിദ്രനും ആകുന്നു. How David humbled himself. He prayed to the Lord, Lord, I am poor and needy. Mercy upon me. അതെ, ദാവീദ് പ്രകാരം പ്രാർത്ഥിച്ചു, അപ്രകാരം തന്നെ നാം പ്രാർത്ഥിക്കണം. എളിയവനും ദരിദ്രനുമാകുന്ന ദൈവമേ എന്നോട് കരുണ തോന്നണമേ. The poor man cried, God, hear his prayer, deliver him all kinds of problems. അതെ, എളിയവൻ വിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. Yes, beloved children of God, Jesus also said, blessed are the poor in spirit. അതുകൊണ്ടാകുന്ന കർത്താവ് യേശു പ്രകാരം തന്നെ തിരുവായി ഒഴിഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Yes, blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Yes, beloved children of God, in spiritually we must always humble ourselves, confess, I am poor and needy. അതെ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഏറ്റു പറയുന്നവർ ആയിരിക്കണം. എപ്പോഴും നാം ഇതിൽ ഉരുവിടുന്നവരായിരിക്കണം, ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നു. For riches of our sake, Christ made himself as a poor, as a needy. അതെ, നമുക്ക് സമ്മതി കൊണ്ടുവരേണ്ടതിനു വേണ്ടി ക്രിസ്തു തന്നെ താഴ്ത്തി തന്നെ എളിയവനായി ദരിദ്രനായി തീർന്നു. So we should be humble ourselves. In all our ways we should be saved as a poor and needy. അതെ, ആയതിനാൽ നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ തന്നെ താഴ്ത്തി പ്രകാരം പറയണം, ഞാൻ എളിയവനും ദരിദ്രനും തന്നെ ആകുന്നു. Spiritually we are confessing from the depth of our heart, Lord, I am poor and needy. അതെ, നമ്മൾ ആത്മീയമായി തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ നമ്മൾ ഏറ്റു പറയുന്നവരാക്കണം, ദൈവമേ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. So we should always receive the blessings of God continually in our life. ആയതിനാൽ സമാനമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി നാം കാണപ്പെടണം. When we read Matthew's Gospel chapter 5 verse 3, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, blessed are the poor in the spirit, for there is the kingdom of God, kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. Yes, beloved children, we should preserve the poverty, preserve the poor in spirit, in all situations, in all circumstances. അതെ, എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ അവസ്ഥകളിലും ആത്മാവിന്റെ ഈ ദാരിദ്ര്യം, ആ എളിമത്വം നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നവർ ആയിരിക്കണം. Yes, Psalmist also says in Psalm 151 verse 17, Psalm 151 verse 17, Psalm 51. 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുന്നു, The sacrifices of God are a broken spirit, a broken and a contrite heart, O God, thou wilt not despise. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. God never despises the broken and contrite heart. അതേ, ദൈവം തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഒരു നാളും നിരസിക്കുന്നില്ല. Yes, so we should be humble ourselves as the poor, as the needy, with the broken heart, with contrite spirit. അതെ, ആയതിനാൽ നാം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എളിയവരും ദരിദ്രരും തകർന്നു നുറുങ്ങിയമായ ഹൃദയത്തോടുകൂടിയും കാണപ്പെടുന്നവരായിരിക്കും. So that is called the blessed are the poor in the spirit. അതുകൊണ്ട് അതിപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Proverbs chapter 16 verse 19. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, Better is to be of an humble spirit with the lowly than to divide the spoil with the proud. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവരായിരിക്കും. Better is the humble spirit. അതേ, താഴ്മയുള്ളവരായിരിക്കുന്നത് നല്ലത്. Yes, God expected from my life and your life that always we should be humble, preserve the spirit of humbleness, that is the preserve the poor in spirit. അതെ, നാം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം എന്നുള്ളതാകുന്നു. ആ താഴ്മയുടെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്നവർ ആയിരിക്കണം എന്നുള്ളതാകുന്നു ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Yes, we should preserve the poor in spirit, in all aspects, in all angles, in all our life state. അതെ, നമ്മുടെ സകല ജീവിത സാഹചര്യങ്ങളും, നമ്മുടെ സകല ജീവിത നിലവാരങ്ങളും, നമ്മുടെ സകല നമ്മുടെ സകലവിധമായ രീതികളിലും എല്ലാത്തിലും തന്നെ ആത്മാവിന്റെ ഈ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം. Go to one book of Isaiah
chapter 57 verse 15. യെശയ്യാപ്രവചനം 57-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ God is dwelleth in the holy mountain and lofty places. അതേ ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയുമാകുന്നു നമ്മുടെ യഹോവ എന്ന് And also that Almighty God dwelleth in the contrite and humble spirit people's hearts. അതെ, അത് മാത്രമല്ല താഴ്മയുള്ളവരുടെ മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും അവൻ വസിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. How we are humble ourselves, how we are preserve the spirit of poor according to our standard. God also be developed, God also be deal with us, God also be expressed in His words. അതെ, എപ്രകാരം നമ്മുടെ ഹൃദയം താഴ്മയുള്ളതായിരിക്കും, നമ്മുടെ മനസ്സ് എപ്രകാരം താഴ്മയോടുകൂടി കാണപ്പെടുന്നു, അപ്രകാരം തന്നെ ദൈവം തന്റെ കാര്യങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. Yes, spiritually we should be preserved that poverty and preserve our spirit of poor. അതേ പ്രകാരം ആത്മീയമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ദാരിദ്ര്യം ആത്മാവിന്റേതായ എളിമത്തെ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം. Yes, then only God will bless our works of our hands. We will receive the continually blessings of God. He will open the windows of heaven, bless us plentifully in your life. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലെല്ലാം അനുഗ്രഹിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവൻ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാവുകയുള്ളൂ. Yes, beloved children of God, God look upon those who are humble, those who are tremble at the word of God. അതെ, താഴ്മയുള്ളവരെയും ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരെയും ദൈവം നോക്കി കാണുന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. Book of Isaiah chapter 66 verse 2. യെശയ്യാപ്രവചനം 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ For all those things had mine hand made, for all those things have been, said the Lord. But to this man will I go, even to him that is poor and of a contrite spirit, and tremble at my word. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനും മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. Yes, I look upon him, he will tremble at my word. അതെ, എന്റെ വചനത്തിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. And the people having the humble and contrite spirit. അതെ, മനസ്സ് തകർന്നവരും എളിമയുള്ളവരുമായ വ്യക്തികളെ തന്നെ. Yes, beloved children of God, the eyes of the Lord always look upon us. അതെ, നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും നമ്മെ നോക്കി കാണുന്നു. For blessed us, നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി, for lead His guidance through the proper way, അതെ, ശരിയായ രീതിയിൽ നമ്മെ നയിക്കേണ്ടതിനും നടത്തേണ്ടതിന് and വേണ്ടി, help us to we may keep His all His commandments, അവന്റെ സകല കൽപ്പനകളെ നാം പ്രമാണിച്ച് സൂക്ഷിക്കേണ്ടതിന് വേണ്ടി, and we may make worthy to receive all the blessings of God. Those blessings God kept for us. അതെ, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കേണ്ടതിന് വേണ്ടി അവൻ നമ്മെ നോക്കി. So the word of God says, the Lord thy God bless the works of thy hands, whatever you ask. അതുകൊണ്ടാകുന്നു ദൈവത്തിന്റെ പ്രകാരം പറയുന്നത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Come to one book of Gospel of Luke, chapter 6 verse 20. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, And he lifted up his eyes on his disciples and said, Blessed be ye poor, for yours is the kingdom of God. അനന്തരം ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. Jesus look upon the disciples. അത് കർത്താവായ ശിഷ്യന്മാരെ നോക്കി. Yes, they are called. They live with all things of this world. They follow in Jesus. അത് അവർ ലോകത്തിലുള്ള സകലത്തെയും വിട്ടുകളഞ്ഞ് അവർ യേശുവിനെ പിൻഗമിക്കുകയായിരുന്നു. So many places Jesus look upon the disciples before they come to the changes of disciples. They look upon them, call them. They leave all the net because so many people they were the fishermen. So left all the net and following Jesus. അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുന്നതിന് മുൻപേ കർത്താവ് അവരെ കണ്ടു, അവരെ വിളിച്ചു, അവരോട് തന്നോട് കൂടെ വരുവാൻ പറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ വലയും മറ്റുള്ള സകല കാര്യങ്ങളും വിട്ടവനെ അനുഗമിച്ചു. Maybe literally they were rich people because of the fishermen those days. So they are having all things, but live it all things following Jesus. Now their life was as a poor. അവർ അന്ന് മുക്കുവന്മാർ ആയിരുന്നു, മുക്കുവന്മാർ നാളുകളിൽ ധനികരായിരുന്നു. എങ്കിലും തന്നെ ദൈവം യേശു അവരെ വിളിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന സകല ധനവും മറ്റുള്ള സകലതും വിട്ടുകളഞ്ഞ് അവർ യേശുവിനെ ദരിദ്രനായി പിൻഗമിച്ചു. So Jesus look upon his disciples and say, poor, deserve you are, the kingdom of God yours. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ നോക്കി പ്രകാരം പറഞ്ഞത്, നിങ്ങൾ ദരിദ്രരാകുന്നു, എന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതുമാകുന്നു. Yes, they are desert people. അതെ, അവർ അനുഗ്രഹീത ജനമാകുന്നു. For the namesake of God, for the doctrine of Jesus, for the holiness of God, those who love the things of this world, those who live the honor and wealth of this world, they are blessed people. Maybe in the sight of God, in the worldly people, poor,
but we are rich in the kingdom of heaven. അതേ ദൈവത്തിന്റെ വചനം നിമിത്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അവർ വിട്ടുകളഞ്ഞ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ലോകത്തിന് മുൻപാകെ ഒരുപക്ഷെ അവർ ദരിദ്രരായിരിക്കാം, എന്നാലോ ദൈവത്തിന്റെ മുൻപാകെ അവർ ധനികരാകുന്നു. Those who are take the name of the Lord, they never despise, they never forsaken. God has blessed them or fulfill all the need time to time, or even the bread. അതെ, ദൈവത്തെ പിൻഗമിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്നവർ എല്ലാവരെയും തന്നെ ദൈവം തള്ളിക്കളയുകയില്ല. അവർ എല്ലാ രീതിയിലും ദൈവം അവരെ അനുഗ്രഹിക്കും. അവർ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. Yes, children of God, God promised, the Lord thy God bless thee all the works of their hands. അതേ ദൈവവചന പ്രകാരമാകുന്നു പറയുന്നതിന്റെ സകല പ്രയത്നങ്ങളെയും നിന്റെ സകല പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കും. Once again read 1 Corinthians chapter 1 verse 26. 1 കൊരിന്ത്യർ 6-26 വാക്യം വായിക്കാം. 1 Corinthians chapter 1 verse 26. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 26 വാക്യം. 1 Corinthians. For ye see your calling, brethren, now how that not many wise men after flesh, not many mighty, not many noble are called. Next verse also read. But God had chosen the foolish things of the world to confound the wise, and God had chosen the weak things of the world to confound the things which are mighty. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. For you see your calling, brethren, how that not many wise men after the flesh, not many mighty, not many noble are called. സഹോദരന്മാരെ, നിങ്ങളെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. But God hath chosen thee, the foolish things of this world, to confound the wise. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. Yes, beloved, God hath chosen us. We are poor, we are needy, we are foolish, we are weak, we are despised. അതെ, നമ്മൾ അജ്ഞാനികളാകുന്നു, നമ്മൾ ഭോഷന്മാർ ആകുന്നു, നമ്മൾ ബലഹീനർ ആകുന്നു, നമ്മൾ കുലഹീനരാകുന്നു, നമ്മൾ അറിവില്ലാത്തവരാകുന്നു. എങ്കിലും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. We are poor, but God has chosen us. നാം ദരിദ്രരാകുന്നു, എന്നാലോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. So we should be considered our poor. ആയതിനാൽ നമ്മുടെ ദാരിദ്ര്യത്തെ നാം കാണണം. And also we should be considered the poor people. അത് മാത്രമല്ല, ദരിദ്രരെ നാം We കണക്കിടുന്നവരായിരിക്കണം. should be considered the fatherless. അതെ, അനാഥരെയും നാം കരുതണം. We should be considered about the strangers. അതെ, പരദേശികളെ നാം കരുതുന്നവരായിരിക്കണം. Praise be the holy name of God. ദൈവത്തിന്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. For the things God will bless us. If you are keeping His commandments, if you are doing like this, surely God will bless our works of our hands. അതെ, ഇപ്രകാരം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, ഇപ്രകാരം നമ്മൾ പ്രമാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കും. Yes, beloved children of God, God's promises to continually God should bless our works of our hands from the beginning of this month. അതേ, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത് ഈ മാസത്തിന്റെ ആരംഭം മുതൽ തന്നെ തുടർമാനമായി തന്നെ ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കുമെന്ന്. Read Proverbs chapter 22 verse 9. സദൃശവാക്യങ്ങളിൽ 22-ാം അധ്യായം 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, He hath a bountiful high shall he bless it, for he giveth his bread to the poor. ദയാകടാക്ഷമുള്ളവർ അനുഗ്രഹിക്കപ്പെടും, അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. Yes, plentifully blessings received if you give the bread to the poor. അതെ, ദരിദ്രന്മാർക്ക് തങ്ങൾ ആഹാരം നൽകി കൊടുക്കുന്നവർ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും. Yes, beloved children of God, we should be help the others, consider the poor, consider the strangers, consider the fatherless. അതെ, നാം മറ്റുള്ളവരെ സഹായിക്കുന്നവർ ആയിരിക്കണം. നാം അനാഥരെയും ദരിദ്രരെയും കരുതുന്നവർ ആയിരിക്കണം. Again, Proverbs chapter 29 verse 7, King Solomon says, സദൃശവാക്യങ്ങളിൽ 29-ാം അധ്യായം 17-ാം വാക്യത്തിൽ ശലോമോൻ രാജാവ് ഇപ്രകാരം പറയുന്നു, The righteous considereth the cause of the poor, but the wicked regardeth not to know it. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു, ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല. yes, the righteous man should know the poor standard, poor state. അത് നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു. We are the people of God. We are righteous people, always knowing the poor standard of the poor. നാം ദൈവമക്കളാകുന്ന നീതിമാന്മാർ ആകുന്നു. ആയതിനാൽ ദരിദ്രന്മാരുടെ അവസ്ഥ, ദരിദ്രന്മാർ എപ്രകാരമായിരിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കുന്നുവല്ലോ. So God said, the poor shall never
cease out of the land. അതുകൊണ്ടാകുന്നു ദൈവം ഇപ്രകാരം പറഞ്ഞത്, ദരിദ്രന്മാർ ദേശത്ത് നിന്ന് അറ്റുപോകുകയില്ല എന്ന്. Therefore I command thee, saying, അതുകൊണ്ട് ഞാൻ നിന്നോട് ഇപ്രകാരം കൽപ്പിക്കുന്നു, thou shalt open thine hand wide unto thy brother, നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ നീ തുറന്നു കൊടുക്കണം, unto thy poor, ദരിദ്രന്മാർക്ക് വേണ്ടിയും unto the needy. അഗതിക്ക് വേണ്ടിയും. Yes, beloved children of God, we should be open our hands to for the poor. അതെ, നാം നമ്മുടെ കരങ്ങളെ ദരിദ്രന്മാരുടെ മുൻപാകെ വിശാലമായി തുറക്കണം. If you want to bless the works of our hands, നമ്മുടെ കൈകളുടെ പ്രവൃത്തി ദൈവം അനുഗ്രഹിക്കണം. if God wants to bless our business, നമ്മുടെ വ്യാപാരത്തെ ദൈവം അനുഗ്രഹിക്കണം. if God wants to bless all the works of our hands, നമ്മുടെ കൈകളുടെ സകല പ്രയത്നങ്ങളെയും പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കണം. we should be learn to honoring God through all the first fruits, through all the substance. അതെ, ആ പ്രകാരം ദൈവത്തെ ബഹുമാനിക്കണമെങ്കിൽ നമ്മുടെ സകല ആദ്യ ഫലം കൊണ്ടും സകല ധനം കൊണ്ടും നാം ദൈവത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. And also, if you want to God to honor you, you should be sacrifice your children for this honorable ministry. അതെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളെ ഈ തേജസ്വേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുകയും വേണം. This is a honorable ministry. There is no any other highest position like this. Serve the Lord. ഇത് മഹനീയമായ ഒരു ശുശ്രൂഷയാകുന്നു. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഇതിനുപരിയായി മറ്റൊരു സ്ഥാനവുമില്ല. If you are honoring God, God will open the windows of heaven plentifully. He will bless us. അതെ, നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നെങ്കിൽ ദൈവത്തെ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കും. Yes, through the keep His word of God, exercising ourselves to honoring God, honoring the presence of the Lord, filled with the Spirit, walking in His ways, do the perfect will. Surely God will bless the works of your hands. അതെ, ഈ ദൈവവചനത്തെ ശ്രദ്ധിച്ച് അതിനെ പ്രമാണിച്ച് നാം ദൈവത്തെ ബഹുമാനിക്കുന്നവരാകുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. Surrender our life in the hands of God. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ Let's all humble ourselves before the presence of the Lord. ദൈവത്തിന്റെ സന്നിധിക്ക് മുൻപ് സന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ച് താഴ്ത്തി കൊടുക്കാം. Yes, we need the blessings, but we should learn how to receive the blessings of God. അതെ, നമുക്ക് അനുഗ്രഹം വേണം, എന്നാൽ എപ്രകാരം അനുഗ്രഹം പ്രാപിക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവും നമുക്കുണ്ടായിരിക്കണം. Yes, we need our children should be blessed through God, but children should know about how to receive the blessings of God. അതെ, ദൈവത്താൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു, എന്നാലോ എപ്രകാരം അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. We need our children should be blessed in all the ways in the world, in the education, in all the works of the hands. വിദ്യാഭ്യാസത്തിലും അവരുടെ സകലവിധമായ പ്രയത്നങ്ങളിലും പ്രവൃത്തികളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. But teach them they should be walking the way of the Lord, keep all His commandments, hearken the voice of the Lord. അതെ, ദൈവത്തിന്റെ വഴികളെ പ്രമാണിക്കണമെന്നും ദൈവത്തിന്റെ കൽപ്പനകളെ കേൾക്കണമെന്നും അവന്റെ വഴികളിൽ നടക്കണമെന്നുള്ള കാര്യവും നിങ്ങൾ അവരെ പഠിപ്പിച്ചു Teach കൊടുക്കണം. our children fear the Lord. If they fear the Lord and humility, honor, riches, life will flow in your life. അതെ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണമെന്നും ഭയഭക്തിയോടുകൂടി ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ താഴ്മയോടുകൂടി വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ധനവും മാനവും പുരാതന സമ്പത്തൊക്കെയും നിങ്ങളുടെ മേൽ കടന്നു വരുമെന്നുള്ള കാര്യം നിങ്ങൾ പഠിപ്പിക്കണം. All the blessing in the hands of God. എല്ലാ അനുഗ്രഹങ്ങളും ദൈവകരങ്ങളിൽ ഇരിക്കുന്നു. If you are humble, നാം താഴ്ത്തുന്നു, with a broken heart, നമ്മൾ തകർന്ന ഹൃദയത്തോടുകൂടി, with contrite spirit, നുറുങ്ങിയ മനസ്സോടുകൂടി approaching God, നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. surely He will bless us. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. He will open the windows of heaven. ആകാശത്തിലെ കിളിവാതിലുകൾ നമുക്കായി തുറക്കും. Yes, beloved children of God, when you read the 2 Kings chapter 7 verse 2, the messenger says, if God will open the windows of heaven, it will not satisfy. That person say, but he was not believed, but he was not eat any corn of the things of this blessings. രണ്ട് രാജാക്കന്മാർ 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ അംഗപടി നായകൻ ദൈവകൃഷ്ണന്റെ പ്രകാരം പറയുന്നു, യഹോവയുടെ ആകാശത്തിന്റെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. Because he was not believing the word of God. കാരണം അവൻ ദൈവവചനത്തെ വിശ്വസിക്കുന്നില്ലായിരുന്നു. He was not believing the voice of the servant of God. അതേക്കാൾ ദൈവപുരുഷന്റെ വാക്കവൻ വിശ്വസിച്ച് അനുസരിച്ചില്ല. So he has seen all things. People are enjoying eating and drink, but he is not taking any blessings. ജനങ്ങൾ തിന്നുകുടിച്ച് ആനന്ദിക്കുന്നത് അവൻ കണ്ടു, എങ്കിൽ തന്നെയും അവന് യാതൊരു അനുഗ്രഹവും തന്മൂലം ലഭിച്ചില്ല. People are put their feet upon this person and go forward, so due to he died. ആ തിരക്ക് മൂലം അവർ ജനങ്ങൾ അവനെ തള്ളി, അവർ അവനെ ചവിട്ടി, മരിച്ചു പോയി. Yes, beloved, because he was not believing. കാരണം അവൻ വിശ്വസിച്ചില്ല. Believe in the word of God. ദൈവവചനത്തിൽ നമുക്ക് Trust വിശ്വസിക്കാം. in the word of God. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. Exercising ourselves according to the word of God. ദൈവവചനത്തിൽ ഒത്തുകൊണ്ട് നമുക്ക് അഭ്യസനം ചെയ്യാം. Then only God will
bless the works of our hands. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ കരങ്ങളുടെ പ്രവൃത്തി അനുഗ്രഹിക്കുകയുള്ളൂ. All the works will be, God will bless you. അതേ എല്ലാ പ്രയത്നങ്ങളിലൂടെ പ്രവൃത്തിയിലൂടെ ദൈവം നിങ്ങളെ He will open the windows of heaven, He will bless you. അതേ ആകാശത്തിലെ കിളിവാതിലുകളെ തന്നെ തുറന്ന് അവൻ നിന്നെ അനുഗ്രഹിക്കും. Be not discouraged, fear. ആദരപ്പെടുകയോ ഭയപ്പെടുകയോ Humble yourself. നിങ്ങളെ തന്നെ താഴ്ത്തുക. Totally surrender your life in the hands of God. ഉച്ചമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. Our God is ready to bless you. അതേ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഒരുക്കമായിരിക്കുന്നു. He will do a great blessed life in the world. ഈ ലോകത്തിൽ അനുഗ്രഹീതമായ ഒരു ജീവിതം നാം നയിക്കേണ്ടതിന് വേണ്ടി God's desire, God's will. He should be blessed. He should be blessing through you, God. അതേ ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ അനുഗ്രഹീതരായി തീരണമെന്നും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹപൂർണ്ണമായി തീരണമെന്നുമുള്ളതുമാകുന്നു. Open our mouth, open our hearts and pray. അതേ നമ്മുടെ വാതുറ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. We may exercising ourselves to God in the truth of God. അതേ ദൈവവചന സത്യത്തിനൊത്തവണ്ണം തന്നെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് അഭ്യസിപ്പിക്കാം. May God bless all the works of our hands, works of our children's studies, whatever all things, God will bless us. അതേ നമ്മുടെ കൈകളുടെ പ്രവൃത്തി ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സകല പ്രവർത്തനങ്ങളെ ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകണം. Hallelujah. അനുഗ്രഹത്തിൻ അധിപതി ആനന്ദകൃപാ തിരുനദി അനുഗ്രഹത്തെ അധിപതി ആനന്ദകൃപാ തിരുനദി അനുദിനമേ കരുണേ അടിയാനേ കൃപമതി അനുദിനമേ കരുണേ അടിയാനേ കൃപമതി അനുഗ്രഹത്തെ അധിപതി ആനന്ദകൃപാ തിരുനദി അനുഗ്രഹത്തെ അധിപതി ആനന്ദകൃപാ തിരുനദി അനുഗ്രഹത്തെ അധിപതി ആനന്ദകൃപാ Hallelujah, hallelujah. All the spoken word of God, shall we praise God? ദൈവത്തിന് അരുളി ചെയ്യപ്പെട്ട സകല വചനങ്ങൾക്കായി ചേർന്ന് സ്തോത്രം Praise ചെയ്യാം. the Lord, Lord. God's will, God's desire, He wants to bless all the works of our hands in the beginning of this month. Shall we praise God? അതേ ഈ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത് നമ്മുടെ സകല പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കണം എന്നുള്ളതാകുന്നു. ആയതിനാൽ നമുക്ക് ഏവർക്കും ചേർന്ന് സ്തോത്രം Praise the ചെയ്യാം. Lord. We should be blessed in the working places. We should bless it for others. We should be through us. So many people should be receiving the blessings of God. God will change each and every one of the channel of the blessings. Shall we praise God? അതേ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. നമ്മൾ അനേകർക്ക് അനുഗ്രഹത്തിന് ഒരു മുഖാന്തരമായി മാറണം. ദൈവം തന്നെ നമ്മളെ ഒരു അനുഗ്രഹത്തിന്റെ സ്രോതസ്സാക്കി മാറ്റണം. ആയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം Praise the ചെയ്യാം. Lord. May God grant it abundant grace and anointing. We may exercising our life according to the truth of God and receive all the blessings. And we may do the great blessed life in the world and prepare our life for the coming of the Lord. Shall we praise God? അതേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ജീവിതം നയിച്ച് എല്ലാ സകല വലിയൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചന പ്രകാരം നാം ജീവിപ്പാനും കർത്താവിന്റെ ആശീർവാദം ഒരുക്കപ്പെടുവാനും തക്കവണ്ണം ദൈവം നമുക്ക് സമൃദ്ധിയായ കൃപയും അഭിഷേകവും നൽകി തരേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം Praise the ചെയ്യാം. Lord. When we are turned back to our respective places, God's presence be with us. God's preserve all our vehicles. Shall you praise God? അതേ നാം സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഇരിക്കണം. ദൈവം നമ്മെ സൂക്ഷിക്കുന്ന യാത്രയിൽ നമ്മുടെ വാഹനങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം Praise the ചെയ്യാം. Lord. Once again, surrender our body, soul, and spirit for the perfect will of God. Let's praise God. ഒരിക്കൽ കൂടി നമ്മുടെ ദേഹം ദഹിക്കാൻ ഭാവന ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിനായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ചേർന്ന് സ്തോത്രം Praise ചെയ്യാം. the Lord. Let's praise God for the Father, Son, and the Holy Spirit. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവാം ദൈവത്തിനുമായി ചേർന്ന് സ്തോത്രം Praise ചെയ്യാം. the Lord. Let's pray. அன்பான தெய்வமே நம்மளுடைய சோத்திருக்கிறோம். ஆசீர்வதிக்கப்பட்டதான ஆராதனை கர்த்தர் எங்களுக்கு தந்த தடைகளை அகற்றி கர்த்தாவே
പലയിടങ്ങളിലിருந்து ദൈവജനങ്ങൾ ഉണ്ടായിക്കൂടി ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് സ്ലാക്കിച്ച് തന്നതിയാൽ സ്വോത്രം துவக்கம் முதல் முடிவரை இந்த சமூகம் எங்கள் மத்தியில் பிரத்யட்சமாய் வெளிப்பட்டபடியால் சோத்திருக்கிறோம். ஒவ்வொரு பகுதியும் ஆவிக்குள்ளாய் மாற்றி தந்த தயவுக்காக நாங்கள் நன்றியோடு சோத்திருக்கிறோம். பாட்டு பாடி இந்த சமூகத்தில் கலிகூர் உதவி செய்தி தீர்க்க தரிசன வார்த்தையின் மூலமாக கத்திரங்களோடு பேசினதான நல்வார்த்தைகளுக்காக நாங்கள் நன்றி செலுத்துகிறோம். ஆண்டவரே, ஒன்றுக்குள்ள உடைய பலத்தை தாவி இந்த சமூகத்தில் அனுபவிக்கும்படியாக தேவரீர் எல்லாருக்கும் தந்ததான கிருபைக்காக சோத்திருக்கிறோம். ஜீவனுள்ள சாட்சிகளை கத்திரி எழுதி தந்தி இந்த வேலையிலும் கொடுக்கப்பட்ட வெளியேறி பெற்ற ஆலோசனைக்காக நாங்கள் நன்றி செலுத்துகிறோம். ஆண்டவரே, மெய்யாகவே இந்த புதிய மாதத்தில் ஆண்டவரே கையிட்டு செய்யும் எல்லா வேலையிலும் கர்த்தர் ஆசீர்வதிக்கும்படியாக விரும்பி எங்களோடு இடைப்பட்டதான தயவுக்காக நாங்கள் நன்றி செலுத்துகிறோம். அப்படிப்பட்டதான ஆசீர்வாதத்தை நாங்கள் பெற்றுக்கொள்ளும்படியாக எங்களுடைய பகுதியிலே நாங்கள் என்ன செய்ய வேண்டும் என்பதை தெளிவாக நீர் எங்களுக்கு சொல்லி தந்ததான தயவுக்காக நாங்கள் நன்றி செலுத்துகிறோம். லேவியனையும் பரதேசியையும் திக்கற்ற பிள்ளைகளையும் விதவைகளையும் நாங்கள் ஆதரிக்க வேண்டும் என்று சொன்னீரே. அப்படி இருக்குமானால் நாங்கள் செய்கிற எல்லாவற்றிலும் கர்த்தர் எங்களை ஆசீர்வதிக்கிற தெய்வமாக இருப்பீர் என்றும் முதற் பலனை கொண்டு கர்த்தாவே தேவனை நாங்கள் கனம் பண்ண வேண்டும். வேத வாசிப்பின் மூலமாக ஜெபத்தின் மூலமாக நாங்கள் கர்த்தாவே தெய்வத்தை கனம் பண்ண வேண்டும் என்று சொல்லி இருக்கிறது. தசம பாகத்தை எல்லாம் பண்ட சாரியிலே கொண்டு வரும்போது இடம் கொள்ளாமல் போக மட்டும் நான் உங்களை ஆசீர்வதிப்பேன் என்பது உங்களுடைய வாக்குத்தத்தமாக இருக்கிற தெய்வக்காக நாங்கள் நன்றியோடு சொத்திருக்கிறோம். ஆண்டவரே, கர்த்தருடைய கற்பனைகள் கர்த்தாவே பிரமாணங்கள் இவைகளை நாங்கள் கை கொண்டு அவைகளின்படி நாங்கள் ஜீவிக்கும் போது மெய்யாகவே கர்த்தருடைய ஆசீர்வாதம் எங்களுக்கு உண்டாகும் என்று சொல்லி இருக்கிறீரே. எளியவர்களை நாங்கள் ஆதரிக்க வேண்டும். ஆண்டவரே, நாங்களும் கூட எளியவர்கள் என்றுதான் அந்த நிலவரத்தை எப்போதும் காத்துக்கொள்ளத்தக்கதாக நொறுங்குண்டதும் நறுங்குண்டதுமான இருதயத்தை நீ புறக்கணியாத தேவன், அப்படிப்பட்ட இருதயத்தை நீர் உயிர்ப்பிக்கிற தெய்வமாக இருப்பேன் என்று வாக்குத்தத்தம் செய்திருக்கிற தெய்வக்காக சோதரிக்கிறோம். இந்த மாதம் எல்லாம் இந்த நிலவரத்தை காத்துக்கொண்டு தேவனுடைய ஆசீர்வாதத்துக்கு பங்குடையவர்களாய் நாங்களும் காணப்பட்டு எங்களிலிருந்து மற்றவர்களுக்கு ஒரு பெரிய ஆசீர்வாதம் கடந்து போகத்தக்கதாக ஆசீர்வாதத்தின் ஊற்றாக ஒவ்வொருடைய வாழ்க்கையும் கர்த்தாவே இந்த நாளிலே கர்த்தர் திசை திருப்பி இருக்கிற தெய்வக்காக நாங்கள் சோதரிக்கிறோம். தொடர்ந்து கிரியை செய்த நாமத்தை மகிமைப்படுத்தும்படியாக வேண்டிக் கொள்கிறோம். கேட்ட வசனத்துக்கு எங்களுடைய ஆவியாத்மா சரீரத்தை முழுவதுமாக ஒப்புக் கொடுக்கிறோம். தொடர்ச்சியான சமூகம் எங்களோடு கூட இருக்கட்டும். தொடர்ந்து நடக்க வேண்டியதான ஆராதனை கூட்டங்களையும் கர்த்தர் மகிமையாய் மாற்றித்தாரும். துதியும் கனமும் மகிமையும் மக்களே செலுத்துகிறோம். ஏற்றுக்கொள்ளும் இயேசுவின் நாமத்தில் வேண்டிக் கொள்கிறோம் பிதாவே. Amen. Now may the grace of the Lord Jesus Christ, the love of God, the sweet fellowship of the Holy Spirit rest and abide until Jesus comes in glory. Amen. Hallelujah. Hallelujah.